നല്ല ക്രിസ്പി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഒട്ടും എണ്ണ കുടിക്കാത്ത പഴംപൊരിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് കണ്ടു നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇവിടെ ഞാൻ 2 നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുക്കുകയാണെങ്കിൽ പഴംപൊരിക്ക് ടേസ്റ്റ് കൂടും. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ടെടുക്കാം. ഞാനിതിവിടെ നീളത്തിലാണ് സ്ലൈസ് ചെയ്തിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഴം പകുതിയാക്കിയതിൻ്റെ ശേഷം സ്ലൈസ് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഇതവിടെ 2 പഴം മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പം ഈ ഒരു തിക്നെസ്സിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര തിക്നെസ്സിലാണ് വേണ്ടിയെന്ന് വെച്ചാൽ അതുപോലെ മുറിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ സ്ലൈസ് ചെയ്ത പഴം ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലേവറിനായിട്ട് ഞാനിവിടെ 2 ഏലക്കായൻ്റെ കുരുകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഇതെല്ലാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടി മറ്റൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മൈദക്ക് പകരമായിട്ട് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സ്വീറ്റ്നെസ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കളറിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ കുറേശ്ശെയാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. വീണ്ടും നമുക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ബാറ്റർ അധികം കട്ടിയാവാനും പാടില്ല, എന്നാൽ അധികം ലൂസാവാനും പാടില്ല. വെള്ളം കൂടി കഴിഞ്ഞാൽ പഴംപൊരി നന്നായി കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് വെള്ളം കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് വേണം മാവ് തയ്യാറാക്കിയെടുക്കാൻ. ഇപ്പോൾ മൊത്തത്തിൽ ഞാനിവിടെ 3/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പം പഴംപൊരിക്കുള്ള മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ പഴംപൊരിക്കുള്ള മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് മാവ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ലൊരു സ്മൂത്ത് ബാറ്ററായിട്ടാണ് മാവ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ മാവിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഇനോ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങൻ്റെ ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്തതാണെങ്കിൽ പഴംപൊരി ഒട്ടും എണ്ണ കുടിക്കൂല. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കൊരു വിസ്ക് വെച്ചിട്ട് ഈ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങാം. പഴത്തിൻ്റെ ഓരോ സ്ലൈസ് എടുത്തിട്ടും നമുക്ക് ഈ ബാറ്ററിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം. പഴത്തിൻ്റെ എല്ലാ ഭാഗത്തും മാവ് ശരിക്കും നന്നായിട്ട് കോട്ടായി കിട്ടണം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി മാവിൽ മുക്കിയെടുത്ത പഴമൊക്കെ ഓരോന്നോരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ. ഒരു 2 മിനിറ്റ് നേരം വരെ നമുക്കിത് ഇളക്കാണ്ട് വെക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ കോട്ടിംഗ് ഒക്കെ ചിലപ്പം ഇളകിപ്പോവും. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇത് മറിച്ചിട്ട് കൊടുക്കാം. നമുക്കിനി ഇത് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടുന്നവരെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അധിക സമയമൊന്നും എടുക്കില്ല, ഇത് പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും. ഇപ്പോൾ ഇതാ നമ്മുടെ പഴംപൊരിയൊക്കെ ഇവിടെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒരു പ്ലേറ്റിൽ ടിഷ്യൂ പേപ്പർ വെച്ചതിൻ്റെ ശേഷം അതിലേക്ക് ഈ പഴംപൊരിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള പഴം നമുക്കിതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ മലയാളികളുടെ ഒരു വീക്ക്നെസ് ആണല്ലോ പഴംപൊരി എന്ന് വെച്ചാൽ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണല്ലോ പഴംപൊരി. വൈകുന്നേരത്തെ ചായക്കൊക്കെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു പഴംപൊരി നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് ഒട്ടും തന്നെ എണ്ണ കുടിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു പഴംപൊരിൻ്റെ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്.